ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ അടുത്ത കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻഹെറിറ്റൻസ്. അതുപോലെ ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്, മെത്തേഡ് ഓവർറൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ്, അതുപോലെ ക്ലാസ്, ഒബ്ജക്റ്റ് ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ എൻകാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത്. അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ റിയൽ ലൈഫിലെ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ജോൺ, ആലീസ്, ഇവരുടെ മകൻ്റെ പേരാണ് ടോം. ജോൺ വളരെ ഹൈറ്റുള്ള ഒരാളാണ്. ജോണിന് 6 ഫീറ്റാണ് ജോണിൻ്റെ ഹൈറ്റ്. ആലീസിന് നീല നിറത്തിലുള്ള കണ്ണുകളാണ്. ഇവരുടെ മകനായിട്ടുള്ള ടോമിന് 6 ഫീറ്റ് 1 ഇഞ്ച്, അതാണ് ഹൈറ്റ്. അതുപോലെ ടോമിന് കണ്ണ് ബ്ലൂ ഐസാണ്. ടോമിനെ കാണുമ്പോൾ ആളുകൾ പറയും അച്ഛൻ്റെ ഹൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ചില ആൾക്കാർ പറയും അമ്മയുടെ കണ്ണാണ് കിട്ടിയിരിക്കുന്നത്, ബ്ലൂ ഐസ് കണ്ടില്ലേ. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ടോമിൻ്റെ അച്ഛൻ്റെ ഹൈറ്റ് ടോമിന് കിട്ടി, അതുപോലെ അമ്മയുടെ കണ്ണിൻ്റെ കളറും ടോമിന് കിട്ടി. അപ്പോൾ എന്താണ് റിയൽ ലൈഫിലെ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അച്ഛൻ്റെയോ അമ്മയുടെയോ ചില സ്വഭാവ അല്ലെങ്കിൽ ശാരീരിക വിശേഷങ്ങൾ മകന് കിട്ടുന്ന അല്ലെങ്കിൽ മകൾക്ക് കിട്ടുന്ന ആ കാര്യത്തിനെയാണ് നമ്മൾ റിയൽ ലൈഫിലെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്താണ് ഇൻഹെറിറ്റൻസ്? ഈ ജോണും ആലീസും ടോമും ഓരോ ക്ലാസ്സുകളാണെന്ന് വിചാരിക്കാം. ജോൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിന് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ ആലീസ് എന്ന് പറഞ്ഞ് വേറൊരു ക്ലാസ് ഉണ്ട്, അതിന് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ടോം എന്ന് പറഞ്ഞിട്ട്. അത് ജോണിൽ നിന്നും ആലീസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജോണിലെ ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും അതുപോലെ ആലീസിലെ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഈ ടോം എന്ന് പറയുന്ന പുതിയ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു വരുന്നു. അപ്പോൾ ടോം എന്ന ക്ലാസ് ജോൺ, ആലീസ് അങ്ങനെ 2 ക്ലാസ്സുകളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തതായതുകൊണ്ട് 2 ക്ലാസ്സുകളിലെയും പ്രോപ്പർട്ടീസ് ടോം എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. അതായത് ജോണിനെയും ആലീസിനെയും നമുക്ക് പാരൻറ്റ് ക്ലാസ് എന്ന് പറയാം. റിയൽ ലൈഫിലും നമ്മൾ അങ്ങനെയാണല്ലോ. ജോണും ആലീസും ടോമിൻ്റെ പാരൻ്റ് ആണല്ലോ. ജോണിൻ്റെയും ആലീസിൻ്റെയും ചൈൽഡാണ് ടോം. അപ്പോൾ നമുക്കതിനെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയാം. അപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലാസ്സുകളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ എന്തൊക്കെയാണ് ഇൻഹെറിറ്റ് ചെയ്യുക? പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ എക്സാമ്പിളിൽ 2 ക്ലാസ്സുകളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു പാരൻറ്റ് ക്ലാസ്, അതിൻ്റെ പേര് എംപ്ലോയി. രണ്ടാമത് ഒരു ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്, അതിൻ്റെ പേര് മാനേജർ. പാരൻറ്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് പാരൻറ്റ് ക്ലാസ് ആണെന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്ലാസ് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. 2 പ്രോപ്പർട്ടിയാണ് പാരൻറ്റ് ക്ലാസ്സിലുള്ളത്, നെയിം ആൻഡ് സാലറി. അത് കൺസ്ട്രക്ടറിനകത്ത്, ഇനിറ്റിനകത്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മെത്തേഡാണ് പാരൻറ്റ് ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഷോ ഡീറ്റെയിൽസ്. അത് എംപ്ലോയിയുടെ നെയിമും സാലറിയും പ്രിൻറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ എംപ്ലോയി എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്. ഇനി സബ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണ്, അതിൻ്റെ പേര് മാനേജർ എന്നാണ്. അപ്പോൾ സബ് ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ക്ലാസ് മാനേജർ ബ്രാക്കറ്റിനകത്ത് എംപ്ലോയി എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചൈൽഡ് ക്ലാസിൻ്റെ നെയിം കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് എംപ്ലോയി എന്ന് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും മാനേജർ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുക എന്നതാണ് ഇങ്ങനെ എംപ്ലോയി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലെ എല്ലാ പ്രോപ്പർട്ടികളെയും എല്ലാ മെത്തേഡ്സിനെയും മാനേജർ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാനേജർ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൽ ഇനി നെയിം, സാലറി എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടീസും ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡും ഉണ്ടായിരിക്കും. അതിൽ പാസ് എന്ന കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ഞാൻ മാനേജർ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് പുതിയതായി ഒരു പ്രോപ്പർട്ടിയോ ഒരു മെത്തേഡോ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതാണ് അതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരു സിമ്പിൾ ആക്കാൻ വേണ്ടി, ഇപ്പോൾ ഈ കോഡ് സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ അഡീഷണലായി ഒരു പ്രോപ്പർട്ടിയോ മെത്തേഡോ ഒന്നും മാനേജർ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് മാനേജർ ചൈൽഡ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ സബ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടിയാണ് M1 = മാനേജർ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ആലീസ് 80,000 എന്ന് പാസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് M1.show details എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും M1 എന്ന് പറയുന്നത് മാനേജറിൻ്റെ ഒബ്ജക്റ്റ് ആണല്ലോ. അതിനകത്ത് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് കോഡ് ഒന്ന് റൺ ചെയ്യട്ടെ. കോഡ് റൺ ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എംപ്ലോയി നെയിം
ആലീസ് സാലറി 80,000 എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മാനേജർ ഓഫ് ആലീസ് 80,000 എന്ന് കൊടുക്കുമ്പോൾ പൈത്തൺ കമ്പൈലർ പോയി നോക്കും. ഓക്കെ, മാനേജറിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാനേജറിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസോ മെമ്പേഴ്സ് മെത്തേഡ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഇയാൾ കാണുന്നത് ഓക്കെ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരൻറ്റ് ക്ലാസ്സിൻ്റെ നെയിം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഓക്കെ ഇത് ഒരു ചൈൽഡ് ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പാരൻറ്റ് ക്ലാസ്സിൽ പോയി എംപ്ലോയി, അതിനകത്ത് എന്തൊക്കെ പ്രോപ്പർട്ടീസാണുള്ളത്? നെയിം, സാലറി. അപ്പോൾ നെയിം, സാലറി എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് മാനേജർ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കണ്ടു. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഓക്കെ അങ്ങനെ ഒരു മെത്തേഡ് കണ്ടു കഴിഞ്ഞാൽ ആ മെത്തേഡിലേക്കുള്ള ഒരു റെഫറൻസ് അവിടെ ആഡ് ചെയ്ത് വെക്കും. മെമ്പർ ഫംഗ്ഷൻസിൻ്റെ കോപ്പി അല്ലെങ്കിൽ മെത്തേഡ്സിൻ്റെ കോപ്പി ഓരോ സബ് ക്ലാസ്സിലും ക്രിയേറ്റ് ചെയ്യില്ല. അതിന് പകരം ഒരു പോയിന്റർ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വിളിക്കാമല്ലോ. ഇനി m1.show details എന്ന് പറഞ്ഞിട്ട് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി m1.show details എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടോ? അവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും, ഇത് ഏതെങ്കിലും പാരൻറ്റ് ക്ലാസ്സിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? യെസ്, എംപ്ലോയി എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്ക് ഫ്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ചൈൽഡ് ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് പുതിയ മെത്തേഡ്സിനെയും പുതിയ പ്രോപ്പർട്ടീസിനെയും ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിന് എംപ്ലോയി തന്നെയാണ്, അതിനകത്ത് നെയിമുണ്ട്, സാലറി ഉണ്ട്, ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. ഇനി നമ്മൾ മാനേജർ എന്ന് പറയുന്ന സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അത് എംപ്ലോയി എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ടീം സൈസ് അങ്ങനെ 2 പുതിയ പ്രോപ്പർട്ടീസ് ഞാൻ ആഡ് ചെയ്യാൻ പോവാം. നെയിമും സാലറിയും മാനേജറിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു വന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ടീം സൈസ് അങ്ങനെ 2 അഡീഷണൽ പ്രോപ്പർട്ടി കൂടെ മാനേജർ ക്ലാസ്സിനെ സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ 2 ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിനകത്ത് ഇനിറ്റ് മെത്തേഡ് ഉണ്ടായിരുന്നില്ല, കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കോഡിനകത്ത് നമ്മൾ മാനേജർ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം ഒരു കൺസ്ട്രക്ടർ എഴുതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാനേജർ ഈക്വൽ ടു മാനേജർ ഓഫ് ആലീസ് 80,000 HR. അപ്പം മാനേജർ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആലീസ് 80,000 സാലറിയാണ്, HR എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇനി ഈ നെയിമും സാലറിയും എംപ്ലോയിയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസാണ്. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ഈ മാനേജർ എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പാരൻറ്റ് ക്ലാസ്സിലാണല്ലോ നെയിമും സാലറിയും. നമ്മളിവിടെ ഈ മാനേജറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിമും സാലറിയും ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എംപ്ലോയി ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ ഇനിറ്റ് മെത്തേഡിനെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ ക്ലാസിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പാരൻറ്റ് ക്ലാസിൻ്റെ പേര് ഡോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് നെയിമും സാലറിയും ഡിപ്പാർട്ട്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നെയിമും സാലറിയും എൻ്റെ കയ്യിലില്ല, അതായത് ചൈൽഡ് ക്ലാസ്സിലില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പാരൻറ്റ് ക്ലാസ്സിലാണ് ഈ 2 പ്രോപ്പർട്ടീസ് ഉള്ളത്, ആ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറെ ഞാൻ ഇവിടെ നിന്നും ഡയറക്റ്റായിട്ട് വിളിക്കാൻ പോവാം. എംപ്ലോയി ഡോട്ട്, ശ്രദ്ധിക്കണം ഇവിടെ ഒബ്ജക്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, ക്ലാസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. എംപ്ലോയി ഡോട്ട് അണ്ടർസ്കോർ ഇനിറ്റ് സെൽഫ് നെയിം സാലറി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്ട്രക്ടർ എന്നത് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ മാനേജർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനിറ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്തു. ആ കൺസ്ട്രക്ടറിനകത്ത് നിന്നും നമ്മൾ പാരൻറ്റ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറെ ഇൻവോക്ക് ചെയ്യുക. ഇവിടെ നിന്ന് പോയി പാരൻറ്റ് ക്ലാസ്സിലേക്ക് പോയി അവിടെ പാരൻറ്റ് ക്ലാസ്സിലെ ഇനിറ്റിനെ വിളിച്ചു. ആ സമയത്ത് അവിടെ നെയിമും സാലറി അങ്ങനെ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിലേക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യുന്ന 80,000 ആലീസ് എന്ന് പറയുന്ന നെയിമും അസൈൻ ചെയ്യുന്നു. അപ്പോൾ പാരൻറ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തു. ഇനി മാനേജർ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ടീം സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെൽഫ് ഡോട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പ്രോപ്പർട്ടിയായി ആഡ് ചെയ്തു. അതുപോലെ ടീം സൈസ് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ടീം സൈസ് അവിടെ നിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീം സൈസ് പാസ് ചെയ്യുന്നില്ല, അത് നമ്മൾ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ 0 ആക്കി വെച്ചു. ഇത് കൂടാതെ ഞാനൊരു മെത്തേഡ് കൂടെ ആഡ് ചെയ്തു. മെത്തേഡിൻ്റെ പേര് ഷോ ടീം സൈസ്. ഈ ഷോ ടീം സൈസ് എന്ന് പറയുന്നത് മാനേജർ എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസിൻ്റെ മാത്രം മെത്തേഡാണ്. ഇൻഹെറിറ്റ് ചെയ്ത് വന്ന മെത്തേഡിൻ്റെ പേരെന്താ? ഷോ ഡീറ്റെയിൽസ്. അതിവിടെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നുണ്ട്. പ്ലസ് ഒരു പുതിയ മെത്തേഡ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു, ഷോ ടീം സൈസ് എന്ന്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അവിടെ ടീം സൈസ് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാനേജർ ഡോട്ട് ടീം സൈസ് എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടീം സൈസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മാനേജർ ഡോട്ട് ടീം സൈസ് എന്ന് പറയുമ്പോൾ മാനേജർ ഒബ്ജക്റ്റിലെ
ടീം സൈസിലേക്ക് 5 അസൈൻ ചെയ്തു. അടുത്തതായി മാനേജർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പൈത്തൺ നേരെ പോയി മാനേജറിൻ്റെ ക്ലാസ്സിനകത്ത് ചെക്ക് ചെയ്തു. അവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മെത്തേഡ് നമ്മുടെ മാനേജറിനകത്തില്ല. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് ഈ മാനേജർ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത ക്ലാസ്സാണ്. അപ്പോൾ നേരെ പോയി അതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിൽ നോക്കും. ഓക്കെ, അവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാലോ മാനേജർ ഡോട്ട് ഷോ ടീം സൈസ്, മാനേജർ ക്ലാസ്സിലെ ടീം സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടല്ലേ, അത് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ ടീമിൻ്റെ സൈസ് പ്രിൻറ്റ് ചെയ്യും. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് കണ്ടോ? മാനേജർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ്, മാനേജറിൻ്റെ പാരൻറ്റ് ക്ലാസ് ആയ എംപ്ലോയിയിലെ ഷോ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നെയിമും സാലറിയും പ്രിൻറ്റ് ചെയ്തു. അതുപോലെ മാനേജർ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം എഴുതിയ മെത്തേഡും ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. അതാണ് ആലിസ് മാനേജസ് എ ടീം ഓഫ് 5 മെമ്പേഴ്സ് എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് എന്താ നോക്കാം. അപ്പോൾ നമ്മുടെ എംപ്ലോയി ക്ലാസ്സിലെ നമ്മൾ നേരത്തെ കണ്ടു ഈ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഇനി ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മാനേജർ എംപ്ലോയി എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഇനിറ്റ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഷോ ഡീറ്റെയിൽസ് എന്ന പേരിൽ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മുടെ പാരൻറ്റ് ക്ലാസ് ആയ എംപ്ലോയിയിലുണ്ട്. ഇപ്പോൾ ചൈൽഡ് ക്ലാസ് ആയ മാനേജറിലും ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ പാരൻറ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ പേരിലെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ചൈൽഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മാനേജർ, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മാനേജർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ, മാനേജറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ മെത്തേഡായിരിക്കും. ചൈൽഡ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന മെത്തേഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരൻറ്റ് ക്ലാസ്സിലാണ് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം ചൈൽഡ് ക്ലാസ്സിൽ അതിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേ പേരിൽ വേറൊരു മെത്തേഡ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ എക്സാമ്പിളിൽ എന്താണ്? ഈ എക്സാമ്പിളിൽ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതെവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ചൈൽഡ് ക്ലാസ്സിനകത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കമ്പൈലർ ഈ ഷോ ഡീറ്റെയിൽസ് എന്നുള്ളത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഈ ഷോ ഡീറ്റെയിൽസിനെ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിലുള്ള ഷോ ഡീറ്റെയിൽസിനകത്ത് എന്താണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഷോ ഡീറ്റെയിൽസിനകത്ത് സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈൽഡിലെ ഷോ ഡീറ്റെയിൽസിനകത്ത് കൊടുത്തിരിക്കുന്ന സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ചൈൽഡ് ക്ലാസ്സിൽ സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് പാരൻറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. മാനേജർ സബ് ക്ലാസിൻ്റെ ഇമ്മീഡിയറ്റ് പാരൻ്റ് ആരാ? എംപ്ലോയിയാണ്. അപ്പോൾ സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആരുടെ ഷോ ഡീറ്റെയിൽസിനെ വിളിക്കും? നമ്മുടെ എംപ്ലോയിയുടെ ഷോ ഡീറ്റെയിൽസിനെ വിളിക്കും. അതായത് ഇവിടെ നെയിമും സാലറിയും പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടെക്നിക്കലി എന്ത് സംഭവിക്കുന്നു? നമ്മൾ മാനേജറിൻ്റെ ഷോ ഡീറ്റെയിൽസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം എംപ്ലോയിയുടെ ഷോ ഡീറ്റെയിൽസിനെ വിളിക്കും. അവിടെ എംപ്ലോയിയുടെ നെയിമും സാലറിയും പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യും. അതുപോലെ ഒരു സബ് ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്തു, ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ ഡെവലപ്പറിനകത്ത് കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ട്. കൺസ്ട്രക്ടറിലേക്ക് എന്തൊക്കെ പാസ് ചെയ്യുന്നത്? നെയിം, സാലറി, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, സൂപ്പർ ഡോട്ട് ഇനിറ്റ്. അപ്പോൾ ഇവിടെ എംപ്ലോയിയിൽ നിന്നാണല്ലോ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ഡോട്ട് ഇനിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എംപ്ലോയിയുടെ ഇമ്മീഡിയറ്റ് പാരൻ്റ് ആരാണെന്ന് നോക്കി, എംപ്ലോയി അല്ലേ, എംപ്ലോയിയിലെ കൺസ്ട്രക്ടറിനെ വിളിക്കും. അതിലേക്ക് നെയിമും സാലറിയും പാസ് ചെയ്യും. ആ 2 പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തു. അതുകൂടാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അവിടുന്ന് പാസ് ചെയ്യുന്ന ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ഈ ഡെവലപ്പർ എക്സ്പേർട്ട്, ആ ഇൻഫർമേഷൻ ഡെവലപ്പർ സബ് ക്ലാസ്സിനകത്തും സ്റ്റോർ ചെയ്ത് വെച്ചു. നേരത്തെ നമ്മൾ കണ്ട പോലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. അത് ഓവർറൈഡ് ചെയ്യാണ്. ആരിനെ ഓവർറൈഡ് ചെയ്യുന്നത്? പാരൻറ്റിൻ്റെ, എംപ്ലോയിയുടെ ഷോ ഡീറ്റെയിൽസിനെ ഓവർറൈഡ് ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ്. സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എംപ്ലോയിയിലെ ഷോ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രിൻറ്റ് ചെയ്യും. കോഡ് എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് ഇവിടെ ഉണ്ട്. ആദ്യം മാനേജറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് പാസ് ചെയ്യുന്നത് ആലിസ് 80,000 HR, നെയിമും സാലറിയും ഡിപ്പാർട്ട്മെൻറ്റും പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നു, മാനേജറിൻ്റെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നു. മാനേജറിൽ ആലിസ് 80,000 HR ഇത്രയും ഇതിലേക്ക് ഈ പാരാമീറ്റേഴ്സിൽ കിട്ടിക്കഴിഞ്ഞു. നെയിം, സാലറി. അപ്പോൾ ഇവിടെ നിന്നും പാരൻറ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നെയിമും സാലറി അങ്ങനെ 2 പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു. അതുകൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് M1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ്. അപ്പോൾ എന്ത് സംഭവിക്കും? മാനേജറിൽ ഷോ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, മാനേജറിൽ ഷോ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, മാനേജറിൽ ഷോ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സൂപ്പർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാരൻറ്റ്. ഇതിൻ്റെ പാരൻ്റ് ആരാ? ഇതിൻ്റെ പാരൻ്റ് എംപ്ലോയിയാണ്. എംപ്ലോയിയിൽ പോയിട്ട് ഷോ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് സെറ്റ് കിട്ടിയത്. നെയിം, എംപ്ലോയി നെയിം,
അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും വന്നിരിക്കുന്നത് ഈ m1.show ഡീറ്റെയിൽസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഡെവലപ്പർ ചൈൽഡ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, രാഹുൽ 80,000 പൈത്തൺ d1.show ഡീറ്റെയിൽസ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, d1.show ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ d1 ഡെവലപ്പറിൻ്റെ ഒബ്ജക്റ്റാണ്, അതിൽ ഷോ ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട്. അതുപോലെ super.show ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു, എംപ്ലോയിയിൽ പോയി എംപ്ലോയിലത്തെ മെത്തേഡ് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ സാലറി 80,000 എന്ന് പ്രിൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഓവർ റൈഡിങ്. ഓക്കെ, ഒരു പാരൻറ്റ് ക്ലാസ്, ഒരു ചൈൽഡ് ക്ലാസ്. പാരൻറ്റ് ക്ലാസ്സിൽ നിന്നും എല്ലാ മെത്തേഡ്സിനെയും എല്ലാ പ്രോപ്പർട്ടിയെയും ചൈൽഡ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു അല്ലേ. ഈ ചൈൽഡ് ക്ലാസ്സിൽ പാരൻറ്റ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിൻ്റെ അതേ പേരിൽ തന്നെ ഒരു മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ അത് പാരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യും. അതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ചൈൽഡ് ക്ലാസ്സിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാരൻറ്റ് ക്ലാസ് ഏതാണ് അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പല ടൈപ്പിലുള്ള ഇൻഹെറിറ്റൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഒരു ഒബ്ജക്റ്റിൽ നിന്നും വേറൊരു ഒബ്ജക്റ്റ് ഇൻഹെറിറ്റ് ചെയ്തു വരുന്നതാണ്. നമ്മൾ ഇതിപ്പോൾ ചെയ്ത് നോക്കിയത് സിംഗിൾ ഇൻഹെറിറ്റൻസാണ്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്നും മാനേജർ എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുത്തു, സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഈ എക്സാമ്പിളിൽ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും 2 ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ, മാനേജർ അതുപോലെ ഡെവലപ്പർ. പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുത്തു എംപ്ലോയിന്ന്. അപ്പോൾ എംപ്ലോയിയിൽ നിന്നും മാനേജർ, ഡെവലപ്പർ, പ്രസിഡന്റ് അങ്ങനെ 3 സബ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. അടുത്തതായിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുക. പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, എംപ്ലോയി എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ഉണ്ട്, അതിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് മാനേജർ എന്ന് പറയുന്ന ഒരു പുതിയ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ മാനേജറിൻ്റെ ക്ലാസിൻ്റെ പാരൻറ്റ് ക്ലാസ് ആരൊക്കെയാണ്? എംപ്ലോയിയും പേഴ്സണും. അത് ഒരു സബ് ക്ലാസ് മൾട്ടിപ്പിൾ ക്ലാസ്സുകളിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ് നിങ്ങൾ കണ്ടു, അതിനകത്ത് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഷോ നെയിം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ സാലറി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ഷോ സാലറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇനി ഞാനൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ആ സബ് ക്ലാസ്സിന് മാനേജർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാനേജർ എന്ന് കഴിഞ്ഞ് കണ്ടു ബ്രാക്കറ്റിനകത്ത് പേഴ്സൺ കോമ എംപ്ലോയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പേഴ്സൺ അതുപോലെ എംപ്ലോയി ഈ 2 ക്ലാസ്സുകളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം എനിക്ക്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് എനിക്ക് മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും അതുപോലെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഈ മാനേജറിലേക്ക് ഡിറൈവ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടറിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത് നോക്കി, മാനേജറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നെയിമും സാലറിയോ നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മാനേജറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തേക്ക് നെയിം ആലീസ് 80,000 പാസ് ചെയ്യണം. ഇനി ഈ കൺസ്ട്രക്ടറിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? കൺസ്ട്രക്ടറിനകത്ത് നമ്മളിവിടുന്ന് പേഴ്സൺ ഡോട്ട് ഇനിറ്റ്, അതായത് അതിൻ്റെ പാരൻറ്റ് ക്ലാസ് ആയിട്ടുള്ള പേഴ്സണിലെ കൺസ്ട്രക്ടറിനെ വിളിക്കുക. എന്തിനാണ്? നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എംപ്ലോയി എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ വിളിക്കുക. എന്തിനാണ്? സാലറി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിവിടെ മാനേജർ ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മാനേജർ ക്ലാസ്സിലെ ഷോ ഡീറ്റെയിൽസിൽ എന്തൊക്കെയുള്ളത്? പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തു വന്ന ഷോ നെയിം എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തു വന്ന ഷോ സാലറി എന്ന് പറയുന്ന മെത്തേഡും എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നെയിം ആലീസ് സാലറി 80,000 എന്ന് പ്രിന്റ് ചെയ്തത്. 2 ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് ക്ലാസ്സിൽ നിന്നും ഒരു ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തു, ആ ചൈൽഡ് ക്ലാസ്സിൽ നിന്നും വേറൊരു ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് അനിമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിൽ നിന്നും ഡോഗ് എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തു. ഇനി ഡോഗ് എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ നിന്നും പപ്പി എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തു. അനിമലിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഡോഗിന് കിട്ടും. അതേസമയം പപ്പിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പപ്പിക്ക് കിട്ടുന്നത് ഡോഗിൻ്റെയും ആനിമലിൻ്റെയും പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഇങ്ങോട്ട് ഡിറൈവ് ചെയ്തു വരും, ഇൻഹെറിറ്റ് ചെയ്തു വരും. അപ്പോൾ നമ്മൾ വലിയൊരു പ്രോഗ്രാമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോഡിനെ ഇതുപോലെ ഹൈറാർക്കിയലായി അതുപോലെ ഒബ്ജക്റ്റുകളായി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൂടാതെ കോഡിനെ വളരെ വൃത്തിയായി റീയൂസ് ചെയ്യുവാനും ഇൻഹെറിറ്റൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലായി, ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, അതുപോലെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി.
ഇനി പോളിമോർഫിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരേ പേരിലുള്ള മെത്തേഡുകളെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ ഒരേ സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.